ഇത് മല്ലു ഫിയർഫെയർസ്. ഭീതിയുടെയും അത്ഭുതത്തിന്റെയും കഥകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തയ്യാറാണോ? എങ്കിൽ തുടങ്ങാം. ഒരു ദിവസം രാത്രി ഏകദേശം 9 മണി ആയിട്ടുണ്ടാകും. ഞാൻ ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു പഴയ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ് കണ്ടു. എല്ലാവരും ഇതിനകം കയറിക്കഴിഞ്ഞിരുന്നു. തിരക്കില്ലായിരുന്നു. അതിനാൽ ഒരു ചെറിയ യാത്ര മാത്രമായിരിക്കുമെന്ന് കരുതി ഞാനും അതിൽ കയറി. ഒരു നിമിഷം കഴിഞ്ഞ് എന്റെ പിന്നിലെ സീറ്റിൽ നിന്ന് എന്റെ കൈയിൽ ഒരു സ്പർശം അനുഭവപ്പെട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വിചിത്രം. എനിക്ക് മുമ്പ് ഇതുപോലുള്ള വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ കണ്ടു. ഒരു വൃദ്ധ, ഇളം വെളുത്ത മേക്കപ്പ്, രക്തം പുരണ്ട കണ്ണുകൾ. എന്റെ തല കറങ്ങാൻ തുടങ്ങി. എന്റെ കാലുകൾ മുട്ടുകുത്തി വരെ തണുത്തുറഞ്ഞ തണുപ്പ് അനുഭവപ്പെട്ടു. ഞാൻ മറ്റൊരു യാത്രക്കാരനെ നോക്കി ചോദിച്ചു, സർ, ഇതുപോലുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ സ്തബ്ധനായി കാണപ്പെട്ടു. ഇതൊരു ലോക്കൽ ബസ്സാണ്. പക്ഷേ ഒരിക്കൽ മരിച്ച ഒരാൾ ആ സീറ്റിൽ ഇരുന്നുവെന്ന് അവർ പറയുന്നു. ഞാൻ മരവിച്ചു. ഇറങ്ങാൻ എളുപ്പവഴിയില്ല. ഡ്രൈവർ ദേഷ്യക്കാരനായി, മിക്കവാറും ശത്രുതയുള്ളവനായി കാണപ്പെട്ടു. ഈ ബസ്സിൽ പോയാൽ പിണറായിയിൽ എത്താം, അയാൾ പറഞ്ഞു. പക്ഷേ നിങ്ങളിൽ എത്ര പേർക്ക് അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷൻ സമീപം എത്തിയപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ തിരിഞ്ഞു നോക്കി. ബസ് പോയിരുന്നു. അവളുടെ കണ്ണുകൾ എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ ആ ബസ് ഒരിക്കലും കണ്ടിട്ടില്ല. പിണറായിക്കടുത്തുള്ള റോഡുകളിൽ ഗോസ്റ്റ് ബസ് എന്നൊരു വാഹനം ചുറ്റിത്തിരിയുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നു.